നമസ്കാരം. പ്ലസ് ടു ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനീഷ്. ഞാൻ വരുന്നത് വയനാട് നിന്നാണ്. അപ്പോൾ നമ്മുടെ പ്ലസ് ടു ഫിസിക്സ് ക്ലാസ്സിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ വർഷം നമുക്ക് പഠിക്കേണ്ടത് മൊത്തം 15 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഈ 15 ചാപ്റ്ററുകൾ 2 ടെക്സ്റ്റുകളായിട്ടാണ്, പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞ് 2 ടെക്സ്റ്റുകളായിട്ടാണ്. നമുക്ക് ഫസ്റ്റ് ഇയർ ഉള്ളത് പോലെ തന്നെയാണ് 2 ടെക്സ്റ്റുകൾ സെക്കൻഡ് ഇയറിലും ഉണ്ട്. അതിൽ പാർട്ട് 1 മൊത്തം 8 ചാപ്റ്ററുകൾ ഉണ്ട്. അതുപോലെ പാർട്ട് 2 7 ചാപ്റ്റർ. അപ്പോൾ ആ പാർട്ട് 1 8 ചാപ്റ്ററുകളുടെ പേരാണ് ഞാൻ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. 8 ചാപ്റ്ററിലെ പേരും ആ ചാപ്റ്ററിൽ നിന്നും പരീക്ഷയ്ക്ക് ഏകദേശം എത്ര മാർക്കിന് ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമെന്നും ബ്രാക്കറ്റിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബോർഡിലേക്ക് നോക്കാം. അത് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ് ആണ് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ് ആണ്. അതിൽ നിന്ന് നിങ്ങളോട് പരീക്ഷയ്ക്ക് 4 മാർക്കിന്റെ ചോദ്യമാണ് ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, അതിൽ നിന്നും 4 മാർക്കിന്. മൂന്നാമത്തെ ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി ആണ് കേട്ടോ. 6 മാർക്കിന്റെ ചോദ്യങ്ങളാണ് കറണ്ട് ഇലക്ട്രിസിറ്റി നിന്നും ചോദിക്കുന്നത്. നാലാമത്തെ ചാപ്റ്റർ മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം, അതിൽ നിന്നും 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത്. അടുത്ത 5ാമത്തെ ചാപ്റ്റർ മൂവിംഗ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, ഇതിൽ നിന്നും 3 മാർക്കിന്റെ ചോദ്യം. അടുത്ത ചാപ്റ്റർ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 3 മാർക്കിന്റെ ചോദ്യം. 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറന്റ് അല്ലെങ്കിൽ AC എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 4 മാർക്കിന്റെ ചോദ്യം. അവസാനത്തെ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്, അതിൽ നിന്നും 2 മാർക്കിന്റെ. അതൊരു ചെറിയ ചാപ്റ്റർ ആണ്, അതിൽ നിന്നും 2 മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ആ പാർട്ട് 1 എന്ന് എഴുതിയിട്ട് ആ ചാപ്റ്ററുകളുടെ പേരെല്ലാം ഒന്ന് എഴുതിയെടുക്കുക. ആ ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങളോട് ചോദിക്കുന്ന ആ മാർക്കിന്റെ ചാപ്റ്ററിന്റെ വെയിറ്റേജും കൂടി എഴുതി വയ്ക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ആ ചാപ്റ്ററിന്റെ പേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ. അപ്പം ഈ പേരുകളൊന്നും ഫസ്റ്റ് ഇയർ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഫസ്റ്റ് ഇയറിൽ നമ്മൾ കൂടുതലും പഠിച്ചത് മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ്, ഗ്രാവിറ്റേഷൻ അല്ലേ, ഫ്ലൂയിഡ്സിന്റെ പ്രോപ്പർട്ടീസ്, അതൊക്കെയാണ് പഠിച്ചത്. എന്നുവെച്ചാൽ ഫസ്റ്റ് ഇയറുമായിട്ട് അത്ര ബന്ധമൊന്നും നമുക്ക് സെക്കൻഡ് ഇയറിലെ ടോപ്പിക്സിൽ ഇല്ല. ഓക്കെ, ഈ പാർട്ട് 1 നമ്മൾ കൂടുതലും പഠിക്കുന്നത് ഇലക്ട്രിസിറ്റിയെ കുറിച്ചും മാഗ്നറ്റിക്സിനെ കുറിച്ചും മാത്രമാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ പാർട്ട് 1 ചാപ്റ്ററുകൾ കണ്ടു, ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിന് ചോദിക്കുമെന്ന് കണ്ടു. അപ്പൊ പാർട്ട് 1 നിന്നും നിങ്ങൾക്ക് 31 മാർക്കിന്റെ ചോദ്യങ്ങൾ വരെ ആ ഫസ്റ്റ് ടെക്സ്റ്റിന് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിസിറ്റി എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത് അല്ലെ. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആണ് ഇലക്ട്രിസിറ്റി. അപ്പൊ എന്താണ് ഇലക്ട്രിസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഞാൻ നിങ്ങൾ പറയാം. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ച് ആണ് അല്ലെ. നമുക്കറിയാം ഫിസിക്സ് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അല്ലെ. ഫിസിക്സ് ഒരു വൈഡ് സബ്ജക്റ്റ് ആണ്. അതിൽ ഓരോ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പം ഓപ്റ്റിക്സ് എന്ന് പറയുന്നത് ഫിസിക്സിന്റെ ബ്രാഞ്ച് ആണ്. തെർമോഡൈനാമിക്സ്, മെക്കാനിക്സ്, ഇതേപോലെ ഒരു ബ്രാഞ്ച് ആണ് ഏത് ഇലക്ട്രിസിറ്റി. അപ്പൊ ഇലക്ട്രിസിറ്റി ഇസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് which deals with the study of electric charges, അല്ലെ, നോട്ട് ചെയ്തോ? ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിൽ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ആണ്. അപ്പൊ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഫിസിക്സിന്റെ ഒരു എന്താണ് പറഞ്ഞു, ബ്രാഞ്ച് ആണെന്ന് പറഞ്ഞു. എന്തിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ആണ്? which deals with the study of electric charges. നോട്ട് ചെയ്തോ? ഓക്കെ, ഇനി ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഈ ബ്രാഞ്ചിനെ നമ്മൾ വീണ്ടും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ബ്രാഞ്ചിനെ നമ്മൾ വീണ്ടും 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നും 2 ഇലക്ട്രോ ഡൈനാമിക്സ് എന്നും. അപ്പൊ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ്. ഈ ബ്രാഞ്ച് ഓഫ് ഫിസിക്സിനെ നമ്മൾ വീണ്ടും 2 ബ്രാഞ്ചുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സും ഇലക്ട്രോ ഡൈനാമിക്സും. അപ്പം എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണെന്ന് നോക്കാം.
ഓക്കെ, അപ്പം നമുക്കറിയാം സ്റ്റാറ്റിക് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് സ്റ്റാറ്റിക്? സ്റ്റാറ്റിക് മീൻസ് റെസ്റ്റ് എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നത് ചാർജുകളെ കുറിച്ച് തന്നെയാണ്. എങ്ങനെയുള്ള ചാർജ്? റെസ്റ്റിലിരിക്കുന്ന ചാർജ്. പിടിയോ? സ്റ്റഡി ഓഫ് ഇലക്ട്രിക് ചാർജസ് വിച്ച് ആർ അറ്റ് റെസ്റ്റ്. റെസ്റ്റിലിരിക്കുന്ന ചാർജിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയും. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട് കേട്ടോ, ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അല്ലെങ്കിൽ മറ്റൊരു പേര് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയും. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഓക്കെ, മലയാളത്തിൽ സ്ഥിത വൈദ്യുതി എന്നാണ് പറയുന്നത്. പിടിയല്ലോ? ഓക്കെ, ഇനി രണ്ടാമത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇലക്ട്രോ ഡൈനാമിക്സ് എന്നാണ്. അല്ലെ, ഡൈനാമിക്സ് മീൻസ് എന്താണ്? ഡൈനാമിക് മോഷൻ, മൂവിങ് എന്നാണ്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്, ഈ ബ്രാഞ്ചിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയുള്ള ചാർജസിനെ കുറിച്ചായിരിക്കും? ചാർജസ് വിച്ച് ആർ ഇൻ മോഷൻ. കേട്ടോ, ഇവിടെ പഠിക്കുന്നത് മോഷനിലുള്ള ചാർജസിനെ കുറിച്ചാണ്. ഇതിന് മറ്റൊരു പേരുണ്ട്, ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. അല്ലെ, നിങ്ങൾ ഈ പേര് ഇപ്പൊ കേട്ടിട്ടുണ്ട് അല്ലെ? നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പം ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചിനെ രണ്ടാക്കി തിരിച്ചു. ഏതൊക്കെയാണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സും ഇലക്ട്രോ ഡൈനാമിക്സ്. അതിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ മറ്റൊരു പേരാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഇലക്ട്രോ ഡൈനാമിക്സിന്റെ മറ്റൊരു പേരാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. നമ്മുടെ തേർഡ് ചാപ്റ്റർ. ഇതെല്ലാം കിട്ടിയോ? ഇത്രയും കാര്യങ്ങളാണ് കിട്ടിയോ? അപ്പം നോക്കാം. ഇപ്പൊ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഫിസിക്സിന്റെ ബ്രാഞ്ചാണ് വിച്ച് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ഇലക്ട്രിക് ചാർജസ്. കേട്ടോ, ഇലക്ട്രിക് ചാർജസിനെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചാണ് ഇലക്ട്രിസിറ്റി. ആ ബ്രാഞ്ചിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നും ഇലക്ട്രോ ഡൈനാമിക്സ് എന്നും. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ചാർജസ് വിച്ച് ആർ അറ്റ് റെസ്റ്റ്. റെസ്റ്റിലിരിക്കുന്ന ചാർജിനെ കുറിച്ച് പഠിക്കുക. അതിന്റെ മറ്റൊരു പേരാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, സ്ഥിത വൈദ്യുതി എന്ന് പറയും. ഓക്കെ, ഇനി ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഇലക്ട്രിക് ചാർജസ് വിച്ച് ആർ ഇൻ മോഷൻ. മോഷനിലുള്ള ചാർജസിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഇലക്ട്രോ ഡൈനാമിക്സ്. അതിന്റെ മറ്റൊരു പേരാണ് കറണ്ട് ഇലക്ട്രിസിറ്റി, ധാരാവൈദ്യുതി എന്ന് പറയുന്നത്. മലയാളത്തിൽ ധാരാവൈദ്യുതി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും എല്ലാവരും മനസ്സിലായല്ലോ? പോയിന്റ്സുകൾ കുറിച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോ പറയുന്നത് ബ്രാഞ്ചുകളാണ്. ഇലക്ട്രിസിറ്റി എന്താണെന്ന് പറഞ്ഞു, ഇലക്ട്രിസിറ്റിയുടെ രണ്ട് ബ്രാഞ്ചസിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെയാണ് അല്ലേ, ഇലക്ട്രിക് ചാർജ്. അപ്പം എന്താണ് ഇലക്ട്രിക് ചാർജ് എന്താണെന്ന് പറയാൻ പോവാണ്. അപ്പം ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ മാറ്ററിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു ഇൻട്രിൻസിക് അല്ലെങ്കിൽ നമുക്ക് ഒരു ഫണ്ടമെന്റൽ പ്രോപ്പർട്ടിയാണ്. എന്നുവെച്ചാൽ മാറ്ററിന് മാസ് പോലുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് എന്ത്? ചാർജ്. ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് രണ്ട് ബോഡികൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് മാറ്ററുകൾ തമ്മിൽ ഒരു ഇലക്ട്രിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? പോസിറ്റീവും നെഗറ്റീവും ആണെങ്കിൽ, പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും ആണെങ്കിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഒരേ ചാർജുകളാണെങ്കിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഇപ്പൊ പോസിറ്റീവ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ചാർജ് എന്താണെന്ന് ചോദിച്ചാൽ, ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് മാറ്ററിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ മാറ്ററുകൾ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ ഉണ്ടാവാൻ കാരണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലെ നമുക്ക് വേറൊരു തരത്തിൽ പറയാം, ഒരു മാറ്ററിനെ അതിനെ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിലോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിലോ വെക്കുമ്പോൾ ആ മാറ്ററിന് ഒരു ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാറ്റർ എന്തുണ്ട്? ചാർജ് ഉണ്ടായിരിക്കും. വീഡിയോ, ഒരു മാറ്ററിനെ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിലോ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിലോ വെക്കുമ്പോൾ ആ മാറ്ററിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ ആ മാറ്ററിന് എന്തുണ്ടെന്ന് അർത്ഥം? ചാർജ് ഉണ്ടെന്നാണ് അർത്ഥം. വീഡിയോ, ഓക്കെ. അപ്പം ഇലക്ട്രിക് ചാർജിന്റെ ഡെഫിനിഷൻ നമുക്ക് എഴുതാം. എന്താ എഴുതാം? ഇലക്ട്രിക് ചാർജ് ഈസ് എ
പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് മാറ്ററിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇലക്ട്രിക് ചാർജ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ which enables it to experience which enables it to experience a force when placed in an electric or magnetic field. When placed in an electric or magnetic field. നിങ്ങൾക്ക് രണ്ട് ടേമുകൾ കേട്ടിട്ടുണ്ടാവില്ല, മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളത് കേട്ടിട്ടുണ്ടായാൽ. അപ്പോൾ ഒരു മാറ്ററിനെ അതിനെ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിലോ ഒരു മാഗ്നറ്റിക് ഫീൽഡിലോ വെക്കുമ്പോൾ അതിനകത്തൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അതിനെന്തുണ്ടായിരിക്കണം? ചാർജ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ചാർജ് എന്താണെന്നാണ് ഈ പറയുന്നത്. അപ്പൊ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് മാറ്ററിന്റെ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. ഈ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് മാറ്ററുകൾ തമ്മിൽ ഫോഴ്സ് ഓഫ് ഇലക്ട്രിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ടാവുന്നത്. ഡെഫിനിഷൻ എഴുതുന്നു. Electric charge is a property of matter which enables it to experience a force when placed in an electric or magnetic field. ഒരു മാറ്ററിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിലോ മാഗ്നറ്റിക് ഫീൽഡിലോ വെക്കുമ്പോൾ ആ മാറ്ററിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് ചാർജ്, ഇലക്ട്രിക് ചാർജ്. ചാർജിനെ നമ്മൾ സാധാരണഗതിയിൽ ചില ടെക്സ്റ്റുകളിൽ സ്മോൾ ലെറ്റർ ക്യൂ അല്ലെങ്കിൽ ക്യാപിറ്റൽ ക്യൂ ചാർജിന്റെ ഡിനോട്ട് സിമ്പൽ ആണ് സ്മോൾ ലെറ്റർ ക്യൂ അല്ലെങ്കിൽ ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ചാർജിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. ഇനി നമുക്ക് ഒരു ബോഡിക്ക് എത്രമാത്രം ചാർജ് ഉണ്ടെന്ന് നമുക്ക് അളക്കാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ അളക്കാൻ പറ്റുന്നതിനെല്ലാം നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ചാർജ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അളക്കാൻ പറ്റും. അപ്പൊ ചാർജ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി രണ്ട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ഇയർ പഠിച്ചാണ് ഏതൊക്കെയാ? സ്കെയിലാർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയും. അപ്പൊ നമ്മൾ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും കേട്ടോ. അടുത്ത പോയിന്റ് എഴുതിക്കും. ഇലക്ട്രിക് ചാർജ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലേ? എന്ന് വെച്ചാൽ എന്തില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല അല്ലേ? നമ്മൾ പഠിച്ചാണ് മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ വിളിക്കുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ചാർജ് മെഷർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ചാർജ് മെഷർ ചെയ്യുന്ന എന്തിനും ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇലക്ട്രിക് ചാർജ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ആണ് കൂളോം കേട്ടോ. കൂളോം എന്ന് പറയുന്ന യൂണിറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ചാർജിനെ മെഷർ ചെയ്യുന്നത്. അതിന്റെ സിംബൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സി ആണേ. ചാർജിന്റെ യൂണിറ്റ് കൂളോം. കൂളോം എന്ന് പറയുന്ന ഒരു ഫിസിസ്റ്റിന്റെ പേരാണ്, ഫ്രഞ്ച് ഫിസിസ്റ്റിന്റെ പേരാണ്. അഗസ്റ്റിൻ ഡി കൂളോം എന്ന് പറയുന്ന ഫ്രഞ്ച് ഫിസിസ്റ്റിന്റെ പേരാണ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ചാർജിന്റെ യൂണിറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഫ്രഞ്ച് ഫിസിസ്റ്റ് അഗസ്റ്റിൻ ഡി കൂളോം, അദ്ദേഹത്തിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ലോ നമുക്കിവിടെ പഠിക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഈ വർഷം പഠിക്കുന്ന ആദ്യത്തെ ലോ ഇദ്ദേഹത്തിന്റെയാണ്, കൂളോംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഓക്കെ, അപ്പം എന്താ പഠിച്ചപ്പം ഇലക്ട്രിക് ചാർജ് എന്താണെന്ന് പറഞ്ഞു അല്ലേ? എന്താ പറഞ്ഞു? ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് മാറ്ററിന്റെ ഒരു പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു അല്ലേ? ഈ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് മാറ്ററിനെ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിലോ മാഗ്നറ്റിക് ഫീൽഡിലോ വെക്കുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ കാരണം. ഇനി ഇലക്ട്രിക് ചാർജ് എന്തിനു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡെഫിനിഷൻ പറഞ്ഞു, പിന്നെ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. മൂന്നാമത് എന്താണ്? മൂന്നാമത്തത് മെഷർ ചെയ്യുന്ന യൂണിറ്റ്. ഇതാണ് യൂണിറ്റ് കൂളോ കേട്ടോ. ചാർജ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് കൂളോ. ഇനി ഇതിന്റെ രണ്ട് ചെറിയ യൂണിറ്റുകളുണ്ട്. ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ഒന്ന് മില്ലി കൂളോ, മൈക്രോ കൂളോ. ചാർജിന്റെ ചെറിയ യൂണിറ്റ് ആണ് മൈക്രോ കൂളോ. ഒരു മൈക്രോ കൂളം എന്ന് പറയുന്നത് 10⁻⁻⁶ കൂളം ആയിരിക്കും. ഇത് അറിയിക്കണം കേട്ടോ. പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക്
ചാർജിന്റെ യൂണിറ്റ് മൈക്രോ കൂളത്തിലായിരിക്കും തരുന്നത്. അപ്പൊ നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഈ കൺവേർഷൻ അറിയിക്കാൻ വേണ്ടി ഇത് പഠിപ്പിച്ചത്. അപ്പൊ ചാർജിന്റെ SI യൂണിറ്റ് കൂളം, ചാർജിന്റെ സ്മോളർ യൂണിറ്റ്സ് ആണ് ഒന്ന് മൈക്രോ കൂളം. ഒരു മൈക്രോ കൂളം എന്ന് പറയുന്നത് 10⁻⁶ കൂളം ആയിരിക്കും. മറ്റൊരു ചെറിയ യൂണിറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് നാനോ കൂളം. നാനോ കൂളം, ദാറ്റ് ഈസ് 1 നാനോ കൂളം എന്ന് പറയുന്നത് 10⁻⁹ കൂളമാണ്. ക്ലിയർ ആയല്ലോ? ഇനി ലാസ്റ്റ് ഇലക്ട്രിക് ചാർജിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് അവസാനം പഠിക്കാനുള്ളത് ഇലക്ട്രിക് ചാർജിന്റെ ഡയമെൻഷൻ ആണ്. ഓക്കെ, ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഇവിടെ ഇലക്ട്രിക് ചാർജിന്റെ ഡയമെൻഷൻ എങ്ങനെ കിട്ടും എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് കറണ്ട് I എന്ന് പറയുന്നത് എന്താണ്? ചാർജ് ബൈ ടൈം ആണ് അല്ലേ? Q/T പഠിച്ചിട്ടില്ലേ? ഇലക്ട്രിക് കറണ്ട് I = Q/T. നമുക്ക് എന്തിന്റെ ഡയമെൻഷൻ ആണ് വേണ്ടത്? Qന്റെ ഡയമെൻഷൻ ആണ്. അപ്പൊ ഈ T എന്ത് ചെയ്യണം? ഈ ഇപ്പുറം കൊണ്ടുവരാം. T ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുകയല്ലേ, ഈക്വൽസിന് ഇപ്പുറം എന്ത് മാറും? ഇൻറ്റു ആയിട്ട് മാറും. അപ്പൊ ദാ IT കേട്ടോ, ഇതിന് Q മാത്രമേ ഉള്ളൂ. അപ്പൊ I = Q/T എന്ന റേഷ്യയിൽ നിന്നും Q എങ്ങനെ എഴുതാം? IT. ഓക്കെ, ഇതിനകത്ത് ഇനി ഓരോ ക്വാണ്ടിറ്റിയും ഡയമെൻഷൻ കൊടുക്കുക. I എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ആണ്. കറണ്ട് ഡയമെൻഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? കറണ്ട് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. കറണ്ട് ഡയമെൻഷൻ എന്ന് പറയുന്നത് A. കറണ്ട് ഡയമെൻഷൻ A. What is T? T is ടൈം ആണ് അല്ലേ? ടൈം ഡയമെൻഷൻ T. അങ്ങനെ ചാർജിന്റെ ഡയമെൻഷൻ എന്താ പറയാ? ചാർജിന്റെ ഡയമെൻഷൻ is A. T, dimension of charge. ഓക്കെ, ഇപ്പം ചാർജിന്റെ എന്താ പഠിപ്പിച്ചു? ഇലക്ട്രിക് ചാർജിന്റെ സിമ്പൽ ഏതാണ്? Q എന്ന് പറയുന്ന സിമ്പലാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് ചാർജിന്റെ ഡെഫിനിഷൻ പറഞ്ഞു അല്ലേ? ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് മാറ്ററിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ വെക്കുമ്പോൾ ഒരു ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു അല്ലേ? പിന്നെ ചാർജ് മെഷർ ചെയ്യുന്ന SI യൂണിറ്റ് കൂളമാണ്. അതിന്റെ ചെറിയ 2 യൂണിറ്റുകൾ പഠിപ്പിച്ചു, മൈക്രോ കൂളവും നാനോ കൂളവും. പിന്നെ അതിന്റെ ഡയമെൻഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു. ഇലക്ട്രിക് ചാർജ് എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു, ഡെഫിനിഷൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അടുത്തൊരു ഹെഡിങ് എന്താ ഇവിടെ ബോർഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്താണ് ഹെഡിങ്? ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പൊ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിയുടെ ഡെഫിനിഷൻ ഒക്കെ പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഇതിന്റെ തുടക്കത്തെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അറൌണ്ട് 600 BC നമ്മുടെ ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള തെയ്സ് കണ്ടുണ്ടാവില്ല, അല്ലെ? ഗ്രീക്ക് ഫിലോസഫർ തെയ്സ്, അദ്ദേഹം ആംബർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ, ആംബർ എന്ന് പറയുന്നത് ഫോസിലൈസ്ഡ് വുഡ് ആണ് ആംബർ. ഈ ആംബറിനെ ഫർ എന്ന് പറയുന്ന മെറ്റീരിയലുമായിട്ട് കേട്ടോ, ആംബറും ഫറും ഇത് തമ്മിൽ അദ്ദേഹം എന്ത് ചെയ്തു? റബ്ബ് ചെയ്തു കേട്ടോ. 600 BC ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള തെയ്സ് ആംബർ എന്ന് പറയുന്ന മെറ്റീരിയലും ഫർ കൂടെ എന്ത് ചെയ്തു? റബ്ബ് ചെയ്തു. റബ്ബ് ചെയ്തപ്പോഴത്തേക്ക് ഈ ആംബറിന് ഒരു കഴിവ് ലഭിച്ചു, ഒരു എബിലിറ്റി. എന്തിനുള്ള എബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ഒബ്ജക്ട്സിനെ, അല്ലെ? ലൈറ്റ് എന്ന് പറയുന്നതാണ് ഭാരം കുറഞ്ഞ പേപ്പർ കഷ്ണങ്ങൾ, അതേപോലുള്ള ലൈറ്റ് ഒബ്ജക്ട്സിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് ലഭിച്ചു. വീഡിയോ എന്ന് പറയാം. ഈ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് ആരാണ്? ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള തെയ്സ് ആണ്. അറൌണ്ട് 600 BC ഗ്രീക്ക് ഫിലോസഫർ തെയ്സ് ആണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ആദ്യമായി ഒബ്സർവ് ചെയ്തത്. അദ്ദേഹം ചെയ്തത് ആംബർ എന്ന് പറയുന്ന മെറ്റീരിയലും ഫറും കൂടെ എന്ത് ചെയ്തു? റബ്ബ് ചെയ്തു. റബ്ബ് ചെയ്തപ്പോൾ ഈ ആംബറിനെ ലൈറ്റ് ഒബ്ജക്ട്സിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് ലഭിച്ചു. ഇതിനുശേഷം നമ്മുടെ വില്യം ഗിൽബർട്ട് എന്ന് പറയുന്ന മറ്റൊരു ഫിസിസ്റ്റ്, അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞ ആംബറിന് മാത്രമല്ല ഈ പ്രത്യേകത ഉള്ളത്, ഗ്ലാസ് റോഡ്, എബണൈറ്റ്, പ്ലാസ്റ്റിക് ഇവയെല്ലാം ഈ പറഞ്ഞ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻസുലേറ്റിംഗ് ബോഡിയുമായിട്ട് റബ്ബ് ചെയ്യുവാണെങ്കിൽ എന്ന് പറഞ്ഞു. ഗ്ലാസ് റോഡ്, എബണൈറ്റ്,
പോലുള്ള ഇൻസുലേറ്റിംഗ് ബോഡീസിനെ മറ്റൊരു ഇൻസുലേറ്റിംഗ് ബോഡി ആയിട്ട് എന്ത് ചെയ്യണം? റബ്ബ് ചെയ്യണം. റബ്ബ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞവയ്ക്കെല്ലാം ലൈറ്റ് ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് ലഭിക്കും. ക്ലിയർ ആയോ? രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, തെയിൽസിന്റെ ഒബ്സർവേഷൻ. തെയിൽസ് ആണ് ഈ ഒബ്സർവേഷൻ ആദ്യം കണ്ടെത്തിയത്. ഓക്കെ. പിന്നീട് വില്യം ഗിൽബർട്ട് പറഞ്ഞത് ആംബറിന് മാത്രമല്ല, ഈ പറഞ്ഞ ഗ്ലാസ് റോഡിനും എബനൈറ്റിനും എല്ലാം ഈ പറഞ്ഞ പ്രത്യേകതയുണ്ട് അല്ലെ? ഗ്ലാസ് റോഡും എബനൈറ്റ് എന്നൊക്കെ പറയുന്നത് ഇൻസുലേറ്റിംഗ് ബോഡീസ് ആണ്. ഈ ഇൻസുലേറ്റിംഗ് ബോഡീസിനെ മറ്റൊരു ഇൻസുലേറ്റിംഗ് ബോഡിയായിട്ട്, സ്യൂട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു ഇൻസുലേറ്റിംഗ് ബോഡിയായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഈ ബോഡിക്ക് ലൈറ്റ് ഒബ്ജക്ട്സിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് ലഭിക്കുന്നു പറഞ്ഞു. അത്തരം അട്രാക്ടിങ് പ്രോപ്പർട്ടി ആ അവസ്ഥയിൽ ആ ബോഡി നമ്മൾ ബോഡി ഇലക്ട്രിഫൈഡ് ആണെന്ന് പറയും. മനസ്സിലായോ? സബ്സ്റ്റൻസസ് ഇൻ സച്ച് എ സ്റ്റേറ്റ് ആർ സെഡ് ടു ബി ഇലക്ട്രിഫൈഡ് ഓർ പൊസസ് ചാർജ് എന്ന് പറയും. റീഡിയോ. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇങ്ങനെ സബ്സ്റ്റൻസുകൾ റബ്ബ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവയ്ക്ക് ചാർജ് ലഭിക്കുന്നത് എന്നുള്ളത് പറയാൻ പോവാണ്. ഓക്കെ. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഈ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിയുടെ ഒരു ഹിസ്റ്ററിയാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം ഒബ്സർവ് ചെയ്ത ആരാണ്? ആദ്യം ഒബ്സർവ് ചെയ്ത് തെയിൽസ് ആണ്. ഗ്രീക്ക് ഫിലോസഫർ തെയിൽസ് ആണ്. ഓക്കെ. അപ്പം ഓക്കെ, ഇപ്പൊ എന്താ എന്റെ കയ്യിൽ ഇതൊരു ഗ്ലാസ് റോഡാണ് നിങ്ങൾ സങ്കല്പിക്കുക. ഇതൊരു ഗ്ലാസ് റോഡും ഇതൊരു സിലിക്ക് ക്ലോത്തുമാണ്. ഗ്ലാസ് റോഡും സിലിക്ക് ക്ലോത്തുമാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഗ്ലാസ് റോഡും സിലിക്ക് ക്ലോത്തും കൂടെ ഞാൻ ഇങ്ങനെ റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്യുക. ഓക്കെ. നമുക്കറിയാം നമ്മുടെ കൈകൾ, നിങ്ങൾ കൈകളൊന്ന് കൂട്ടി ഉരച്ച് നോക്കേ. നമ്മുടെ കൈകൾ ഇങ്ങനെ കൂട്ടി ഉരസുമ്പോഴത്തേക്ക് നമ്മുടെ കൈകൾക്കിടയിൽ ഒരു ഹീറ്റ് എക്സ്പീരിയൻസ് ചെയ്യത്തില്ലേ? ഇപ്പൊ നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുവാണെങ്കിൽ ആ തണുപ്പൊന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കൈകൾ കൂട്ടി ഉരസാറുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെയും ഈ ഗ്ലാസ് റോഡും സിലിക്ക് ക്ലോത്തും കൂടെ റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലേ, അവിടെ ഫ്രിക്ഷൻ മൂലം എന്ത് എനർജി ഉണ്ടാവുന്നുണ്ട്? ഹീറ്റ് എനർജി ഉണ്ടാവുന്നുണ്ട്. ശരിയല്ലേ? ഓക്കെ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഗ്ലാസ് റോഡ് ആണെങ്കിലും സിലിക്ക് ക്ലോത്ത് ആണെങ്കിലും അല്ലെ, എല്ലാ മെറ്റീരിയലും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്. അറിയാവുന്ന കാര്യമാണ് അല്ലെ? ഗ്ലാസ് റോഡ് ആണെങ്കിലും സിലിക്ക് ക്ലോത്ത് ആണെങ്കിലും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്. അപ്പോൾ ഈ ആറ്റത്തിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആറ്റം മോഡൽ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ആ ബോർ മോഡൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ബോർ മോഡലിൽ പറയുന്നത് ആറ്റത്തിന്റെ സെന്റർ പാർട്ട് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ആണ്. ഓക്കെ. അതിനെന്ത് ചാർജാണുള്ളത്? ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണ്. ഓക്കെ. ഇനി ഈ ന്യൂക്ലിയസിന് ചുറ്റും ഡിഫറെന്റ് ഓർബിറ്റുകളിൽ ആര് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കെ, ഇപ്പം ഡിഫറെന്റ് ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസും ഈ ന്യൂക്ലിയസും തമ്മിൽ അല്ലെ, പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസും തമ്മിൽ എന്തുണ്ട്? ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഓക്കെ. അപ്പൊ നോക്കെ, ഈ ഇലക്ട്രോൺ നോക്കെ, ഇത് ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺ ആണ്. ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ ഈ ന്യൂക്ലിയസിൽ നിന്ന് വളരെ അകലത്തിലല്ലേ? അതുകൊണ്ട് ഈ ഇലക്ട്രോൺ അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കുറവാണ് അല്ലേ? അപ്പൊ അതിനെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഒരു ഫ്രീ ഇലക്ട്രോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ പ്രത്യേകത അതിന്റെ റെസ്പെക്റ്റീവ് ന്യൂക്ലിയസുമായിട്ട് അട്രാക്റ്റീവ് ഫോഴ്സ് കുറവാണ്. ലൂസ്ലി ബൗണ്ട് എന്ന് പറയാം. ലൂസ്ലി ബൗണ്ട് എന്ന് പറയാം. ഓക്കെ. അപ്പം വീണ്ടും നമുക്ക് തിരിച്ച് ഗ്ലാസ് റോഡ് സിൽക്കിലേക്ക് വരാം. അപ്പൊ ഗ്ലാസ് റോഡ് ആണെങ്കിലും സിൽക്ക് ക്ലോത്ത് ആണെങ്കിലും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്. അപ്പൊ നമ്മളിങ്ങനെ ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തും കൂടി ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ, റബ്ബ് ചെയ്യുമ്പോൾ ആ റബ്ബിങ്ങിന്റെ ഫലമായിട്ട് അവിടെ ഹീറ്റ് എനർജി ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആ ഹീറ്റ് എനർജി ആര് അബ്സോർബ് ചെയ്യും? ഈ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ കേസിൽ ആ ഗ്ലാസ് റോഡിലുള്ള ഇലക്ട്രോൺസ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് ഗ്ലാസ് റോഡിൽ നിന്നും സിലിക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. വീഡിയോ. അപ്പോൾ നോക്കേ, ഗ്ലാസ് റോഡിന് അപ്പൊ എന്ത് സംഭവിച്ചു? ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു അല്ലേ? നമുക്കറിയാം, ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. ശരിയല്ലേ? ഓക്കെ. അതുപോലെ സിൽക്ക് ക്ലോത്തിന് എന്ത് സംഭവിച്ചു? ഇലക്ട്രോൺ ഗെയിൻ ചെയ്തതാണ്. അപ്പോൾ സിൽക്ക് ക്ലോത്തിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജാണ്. വീഡിയോ. അപ്പൊ എങ്ങനെയാണ്
സബ്സ്റ്റൻസ് റബ്ബ് ചെയ്യുമ്പോൾ ചാർജ് ലഭിക്കുന്ന എങ്ങനെ മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നമ്മുടെ എക്സാമ്പിൾ എടുത്ത് വെച്ച് പറയാം. ഞാൻ എടുത്തത് ഒരു ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തുമാണ്. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്തു? റബ്ബ് ചെയ്തു അല്ലേ? റബ്ബ് ചെയ്തപ്പോൾ റബ്ബിങ് മൂലം ഉണ്ടായ ഹീറ്റ് എനർജി ഗ്ലാസ് റോഡിലെ ഫ്രീ ഇലക്ട്രോൺസുകൾ അബ്സോർബ് ചെയ്ത് അല്ലേ? ഗ്ലാസിലെ ആറ്റത്തിലെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് അല്ലേ? അത് ലൂസ്ലി ബൗണ്ട് ആണ്. ആ ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺസ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് ഗ്ലാസ് റോഡിൽ നിന്നും സിൽക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അപ്പോൾ ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയും സിൽക്ക് ക്ലോത്തിന് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുകയും ചെയ്തു അല്ലേ? ഇപ്പൊ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ഗ്ലാസ് റോഡ് എന്ത് ചാർജായി മാറി? പോസിറ്റീവ് ചാർജായിട്ട് മാറി. വീഡിയോ സിൽക്ക് ക്ലോത്തിന് ഇലക്ട്രോൺ ഗെയിൻ ചെയ്തതാണ്. അപ്പൊ എന്ത് ചാർജായി? നെഗറ്റീവ് ചാർജായിട്ട് മാറി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് അവിടെ വരാം. നമ്മൾ റബ്ബ് ചെയ്തപ്പോഴത്തേക്ക് രണ്ടിലെയും ഫ്രീ ഇലക്ട്രോൺസിന് അല്ലെങ്കിൽ ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺസിന് എനർജി ലഭിച്ചു, ശരിയല്ലേ? ഗ്ലാസ് റോഡിലെ ഇലക്ട്രോൺസിന് മാത്രമല്ല സിൽക്ക് ക്ലോത്തിലെയും ഇലക്ട്രോൺസിന് എനർജി ലഭിച്ചു. പക്ഷേ ട്രാൻസ്ഫർ എവിടെ നിങ്ങോട്ട് മാത്രമേ നടന്നുള്ളൂ? ഗ്ലാസ് റോഡിൽ നിന്ന് സിൽക്ക് ക്ലോത്തിലേക്ക് മാത്രമേ ട്രാൻസ്ഫർ നടന്നുള്ളൂ. അതിന് കാരണം ഗ്ലാസ് റോഡിലെ ഇലക്ട്രോൺസ് ആണ് മോർ ലൂസ്ലി ബൗണ്ടഡ് എന്ന് പറയുന്നത്. റീഡിയോ സിൽക്ക് ക്ലോത്തിൽ അത്ര ലൂസ്ലി ബൗണ്ട് അല്ല. റീഡിയോല്ലോ. അപ്പോൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയാം. എന്താന്ന് പറയാം? ഫ്രിക്ഷണൽ ഡെഫിനിഷൻ, രണ്ട് ഇൻസുലേറ്റിംഗ് ബോഡീസ് തമ്മിൽ റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് ആ ബോഡിയിൽ ഇലക്ട്രിക് ചാർജസ് ഡെവലപ്പ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. ഓക്കെ, സ്യൂട്ടബിൾ ആയിട്ടുള്ള രണ്ട് ഇൻസുലേറ്റിംഗ് ബോഡീസ് തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ബോഡിക്ക് ചാർജ് ലഭിക്കുന്നു. എങ്ങനെയുള്ള ചാർജാണ്? സ്റ്റാറ്റിക് ചാർജസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. നോട്ട് ചെയ്തോ ഡെഫിനിഷൻ എന്ന് പറയാം. The static charges developed on insulating bodies when they rubbed against each other. ഇതിന്റെ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പം ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ആദ്യം ഒബ്സർവ് ചെയ്തത് ഗ്രീക്ക് ഫിലോസഫർ തെയിൽസ് ആണ് അല്ലേ? അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ എന്തായിരുന്നു? ആംബറിനെ ഫറുമായിട്ട് റബ്ബ് ചെയ്തു. അപ്പോൾ ആംബറിന് ലൈറ്റ് ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യാൻ കഴിവ് കിട്ടി. പിന്നെ വില്യം ഗിൽബർട്ടിന്റെ ഒബ്സർവേഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ എങ്ങനെയാണ് റബ്ബ് ചെയ്യുമ്പോൾ ചാർജ് ലഭിക്കുന്നതെന്ന് പറഞ്ഞു. അത് മനസ്സിലായോ? എന്ന് വേണേൽ പറയാം, ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തും കൂടെ റബ്ബ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് എനർജി ഉണ്ടാവും. ആ ഹീറ്റ് എനർജി ഗ്ലാസ് റോഡിലെ ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്ത് ഗ്ലാസ് റോഡിൽ നിന്നും സിൽക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. വീഡിയോ അപ്പൊ ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതുകൊണ്ട് പോസിറ്റീവ് ചാർജിങ്, സിൽക്ക് ക്ലോത്തിന് ഇലക്ട്രോൺ ലഭിച്ചതുകൊണ്ട് നെഗറ്റീവ് ചാർജിങ്. ഇങ്ങനെ രണ്ട് ഇൻസുലേറ്റിംഗ് ബോഡീസ് റബ്ബ് ചെയ്യുമ്പോൾ ആ ബോഡിയിൽ സ്റ്റാറ്റിക് ചാർജസ് ഡെവലപ്പ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. എന്താ പറയാം കേട്ടോ? ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ പറയാം, രണ്ട് ഇൻസുലേറ്റിംഗ് സ്യൂട്ടബിൾ ആയിട്ടുള്ള രണ്ട് ഇൻസുലേറ്റിംഗ് ബോഡീസ് തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ആ ബോഡിയിൽ സ്റ്റാറ്റിക് ചാർജസ് ഡെവലപ്പ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി.